നമസ്കാരം ഗൈസ്. ഈ അടുത്തിടെ നടന്നൊരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു പയ്യൻ ഓൺലൈൻ ആപ്പ് വഴി ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങിയപ്പോൾ അവൻ്റെ ഫോണിലുള്ള ഗാലറിയിലെ അവൻ്റെ ഫാമിലിപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസ് എടുത്തിട്ട് അത് മോർഫ് ചെയ്ത് പലർക്കും അയച്ചു കൊടുത്തതിന് ശേഷം ഇവനെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവൻ മനം നൊന്ത് മരിച്ച. ഇപ്പം ന്യൂസ് 18 ഇന്നലെ വന്നൊരു വാർത്തയാണ്. ഞാൻ ആ വാർത്ത അതിൻ്റെ ഫോട്ടോ ഞാൻ തൊട്ട് താഴെ കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്: എല്ലാ ആളുകളും പൈസയ്ക്ക് ആവശ്യം വരുമ്പം നമ്മൾ ലോൺ എടുക്കും. അപ്പോൾ ലോൺ എടുക്കുമ്പോൾ ഏത് രീതിയിലുള്ള സ്ഥാപനമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കണം. നമ്മളൊരു ലോണിന് അപ്രോച്ച് ചെയ്യുമ്പോൾ RBI അണ്ടറിലുള്ള സ്ഥാപനമാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ധൈര്യമായിട്ട് ലോൺ എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. RBI അംഗീകാരമുള്ള സ്ഥാപനം എന്ന് പറയുന്നത് നമുക്കറിയാം. എല്ലാ ബാങ്കുകളും, ഇപ്പോൾ HDFC ബാങ്ക് ആയിക്കോട്ടെ, ICICI ബാങ്ക് ആയിക്കോട്ടെ, SBI ബാങ്ക് ആയിക്കോട്ടെ, കാനറ ബാങ്ക് ആയിക്കോട്ടെ, ഈ ബാങ്കുകളെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ബാങ്കുകളാണ്. എന്നാൽ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുണ്ട്. മണപ്പുറം ഫിനാൻസ്, മുത്തൂറ്റ്, കൊച്ചമറ്റം ഫിനാൻസ്, ഇങ്ങനെയുള്ള ഫിനാൻസ് തന്നെ NBFC എന്ന് പറയും, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികൾ എന്ന് പറയും. ഇവിടുന്ന് നമുക്കത് RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചാണ് ഈ പ്രസ്ഥാനങ്ങൾ റൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റ് ചില സ്ഥാപനങ്ങളൂടെ ഉണ്ട്. ഈ നിധി പോലുള്ള ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതൊക്കെയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ റൂൾസിൽ തന്നെ വരുന്ന സ്ഥാപനങ്ങളാണ്. എന്നാൽ ഇതൊന്നും കൂടാതെ തന്നെ ഇപ്പോൾ ഓൺലൈനായിട്ട് ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒന്ന് ഞാൻ പറയാം: ഫൈബ്, അതുപോലെ ഫിൻഷാൾ, അതുപോലെ മറ്റ് അനേകം ആപ്പുകൾ നിങ്ങൾക്ക് ഓൺലൈൻ കാണാൻ സാധിക്കും. ഇപ്പോൾ ഫൈബ്, ഫിൻഷാളൊക്കെ ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്പുകളാണ്. ഇൻഷുറൻസ് ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ ഫിനാൻസ് ഇട്ട് കൊടുക്കുന്ന ആപ്പുകളാണ്. അപ്പം ഇതും RBIയുടെ അണ്ടറിൽ RBIയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് തന്നെ വർക്ക് ചെയ്യുന്ന ആപ്പുകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ആപ്പുകൾ, ഈ ഫൈബും ഫിൻഷാളൊക്കെ. എന്നാൽ ഇതൊന്നും കൂടാതെ RBIയുടെ നിർദ്ദേശമല്ലാതെ RBIയുടെ അണ്ടറിലല്ലാതെ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസ് വഴി ചില ആളുകൾ കയറി ലോൺ എടുക്കും. അപ്പം നമ്മൾ ഈ RBI അംഗീകരിച്ച ആപ്പ് വഴി നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ KYC നമ്മൾ അതിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യണം. KYC എന്ന് പറയുന്നത് നമുക്കറിയാം, ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ എടുക്കും, നിങ്ങളുടെ ആധാർ കാർഡ് മേടിക്കും, നിങ്ങളുടെ പാൻ കാർഡ് മേടിക്കും, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതിന് വേണ്ടിയിട്ട്. അത് ഒരു കസ്റ്റമർ, നോ യുവർ കസ്റ്റമർ എന്ന് പറയും KYC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ KYC കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കവിടെ അക്കൗണ്ട് ഓപ്പൺ ആയി കിട്ടത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓൺലൈനായിട്ട് ആപ്പിൽ കയറി നമ്മൾ ലോൺ എടുക്കുമ്പോൾ നമ്മുടെ KYC നമ്മളോട് കംപ്ലീറ്റ് ചെയ്യണം. KYC കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഫോട്ടോ കൊടുക്കണം, അതുപോലെ നമ്മുടെ പാൻ കാർഡ്, നമ്മുടെ ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ അഡ്രസ് പ്രൂഫ്, അത് ഡ്രൈവിംഗ് ലൈസൻസ് ആകാം, അതുപോലെ തന്നെ വോട്ടർ ID ആകാം. അങ്ങനെയുള്ള നമ്മുടെ ഒറിജിനൽ പ്രൂഫുകൾ നമ്മളവിടെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, അല്ല ആധാർ OTP ഒക്കെ എടുത്ത് എല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് ലോണ് അവർ സാങ്ഷനാക്കി തരുന്നത്. അതിനുശേഷം അതിൻ്റെ തിരിച്ചടവും മറ്റു കാര്യങ്ങളൊക്കെ, തിരിച്ചടവ് മുടങ്ങി കഴിഞ്ഞാൽ എക്സ്ട്രാ പലിശയും കാര്യങ്ങളും, അതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും അതിൻ്റെ എക്സിക്യൂട്ടീവ്സ് നമ്മുടെ വീട്ടിൽ വന്നതിന് ശേഷം അത് കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഈ RBI അപ്രൂവ് ചെയ്യാത്ത ചില തട്ടിപ്പ് ആപ്പുകളുണ്ട്. ആ ആപ്പുകൾ നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ഇവർ തന്നെ പറഞ്ഞ് ചെയ്യിക്കും. എന്നിട്ട് നമ്മുടെ പാൻ കാർഡും ആധാർ കാർഡും ഒക്കെ മേടിച്ച് ഫോട്ടോയും മേടിച്ചിട്ട് അലവ് ഓൾ, ആ ആപ്പിൽ തന്നെ അലവ് ഓൾ ആപ്ലിക്കേഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന്, അലവ് ഓൾ കൊടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഫോൺ ഹാക്കാകാണ്. നമ്മുടെ ഫോണിലുള്ള ഗാലറീസ്, നമ്മുടെ ഫോണിലുള്ള എല്ലാ കാര്യങ്ങളും, ആപ്പുകൾ എല്ലാം അവർക്ക് കിട്ടുകയാണ്. അങ്ങനെയാണ് നമ്മൾ തിരിച്ചടവ് മുടങ്ങി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഫാമിലിപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്ത് നമുക്ക് അയച്ചു തന്നിട്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ പൈസ അടച്ചില്ലെങ്കിൽ ഞാനത് പബ്ലിസിറ്റി ചെയ്യുമെന്ന് പറയും. ഇനി നമ്മൾ ആ ലോൺ അടച്ചു കഴിഞ്ഞെന്നാൽ വീണ്ടും ഒരു പറയും നിങ്ങളുടെ ലോൺ വീണ്ടും പെൻഡിങ് ആണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഈ ലോണിൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവത്തിൽ 2 പേര്, ഞാൻ അവരുടെ പേര് പറയുന്നില്ല, 2 പേര് വീട്ടിലാരും അറിയാതെ തന്നെ അവരിതുപോലെ ലോൺ എടുത്തു. ആദ്യം അവർ 1000 രൂപയാണ് ലോൺ എടുക്കുന്നത്. 1000 രൂപ ലോൺ എടുത്താൽ 7ാമത്തെ ദിവസം ഒരു 2000 രൂപ തിരിച്ച് 1000 രൂപയ്ക്ക് 1000 രൂപ പലിശ സഹിതം അടയ്ക്കണം. ചില ചെറുപ്പക്കാർ എമർജൻസി ആവശ്യങ്ങൾ വരുമ്പോൾ വീട്ടിൽ ആരോടും പറയാതെ എടുക്കുന്ന ചില കുട്ടികളുണ്ട്, പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന്. ഇത് ചില ഹരമായിട്ട് എടുത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതാരോടും പറയാതെ. അപ്പോൾ എൻ്റെ അറിവിൽ 2 പേര് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതിന് അവർക്ക് അബദ്ധം പറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. നിസ്സാര കാര്യങ്ങളായിരിക്കാം. പക്ഷേ 1000 രൂപ എടുത്ത ആൾ 7ാം പൊക്കം 2000 രൂപ അടയ്ക്കണം. ഇനി 10000 രൂപയാണ് അവൻ ആപ്പ് വഴി എടുക്കുന്നതെങ്കിൽ അവന് 5000 രൂപ, അത് 50% അവൻ ഇൻട്രസ്റ്റ് 7ാം പൊക്കം കൊടുക്കണം. ഇതാണ് ഈ തട്ടിപ്പ്. അങ്ങനെ എടുത്ത ആളുകളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വാർത്തയിൽ എങ്ങനെയായിരുന്നു, അവൻ ലോൺ എടുത്ത് ലോണടവ് മുടങ്ങി കഴിഞ്ഞപ്പോൾ അവൻ ആത്മഹത്യ ചെയ്തു.
കാരണം അവൻ്റെ ഫാമിലിപ്പെട്ട ആൾക്കാരെ മോർഫ് ചെയ്ത ഫോട്ടോസ് പല മേഖലകളിലേക്കും അവൻ്റെ കോൺടാക്ട്സിലേക്കെല്ലാം അവർ അയച്ചു കൊടുത്തു. അപ്പം നാണക്കേട് കൊണ്ട് അവൻ എന്ത് ചെയ്തു, ജീവനൊടുക്കി. പല ആളുകളും ചെന്ന് ചാടുന്ന കുഴി ചാടുന്ന ഒരു സംഭവമാണിത്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ മാക്സിമം ഇത്തരത്തിലുള്ള ആപ്പുകൾ, ഇത്തരത്തിലുള്ള ഫ്രോഡുലൻ്റ് ആപ്പുകളിൽ നിന്ന് ചെന്ന് ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തലയുരി പോരാൻ മേലാത്ത അവസ്ഥയും ആർക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ മേലാത്ത അവസ്ഥയാവും. ഇവിടെ സംഭവിച്ചത് അവസാനം എനിക്കറിയാവുന്ന ആൾ എടുത്തപ്പോഴത്തേനും 15,000 രൂപ ലോൺ എടുത്തപ്പോൾ 8,000 രൂപയാണ് അക്കൗണ്ടിൽ കിട്ടുന്നത്. 7ാം പൊക്കം 15,000 രൂപ തിരിച്ചടയ്ക്കണം. ഈ തിരിച്ചടവ് മുടങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ ഒരു ആപ്പിൽ നിന്ന് എടുത്തിട്ട് ഇവൻ്റെ തന്നെ പല ആപ്പുകളാണ്, ആ ആപ്പുകളിൽ നമുക്ക് ലോൺ എടുക്കും. ഇവിടെ ഒരു 1,000 രൂപ എടുത്തു, അടുത്ത ആപ്പിൽ കയറി 2,000 രൂപ എടുത്ത് ഇവിടെ കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ആപ്പിൽ നിന്ന് 2,000 രൂപ എടുത്ത് ഇവിടുത്തെ പലിശ ചെയ്ത് അടയ്ക്കുന്നു. എന്നിട്ട് അവിടെ 2,000 രൂപ അടയ്ക്കേണ്ട സമയമാകുമ്പോഴത്തേനും വേറെ ഒരു ആപ്പുണ്ട്, ആ ആപ്പിൽ കയറിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക? 4,000 രൂപ എടുത്തിട്ട് ആ ആപ്പിൽ അടച്ചു. ഇവർക്ക് വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഗെയിം കളിച്ച് വലിയൊരു എമൗണ്ടിന് ബാധ്യതയായിത്തീരുന്നു. പിന്നെ തന്നെയല്ല, നമുക്കിത് അടച്ചില്ലെങ്കിൽ ഇവർ നമ്മളെ ചീത്ത വിളിക്കും. അത് അവർ വേറെ VN ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് അവരെവിടെ നിന്ന് വിളിക്കുന്നത് എന്നൊന്ന് ഹാക്ക് ചെയ്യാൻ മേലാത്ത അവസ്ഥയിലാണ് അവർ നമ്മളോട് നമ്മുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. നമുക്ക് അവരെ എവിടെ നിന്നാണ് വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകും. ചിലപ്പോൾ പാകിസ്ഥാൻ നമ്പറായിരിക്കും, ചിലപ്പോൾ USA നമ്പറായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇവർ നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന ഇങ്ങനെയാണ്. അവർ പറയും, നമ്മളിപ്പോൾ വേറൊരാളിപ്പം 2 പേരുടെ അനുഭവത്തിൽ നിന്ന് അവർ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ആ ഹിന്ദിക്കാരോട് സംസാരിച്ചപ്പോൾ അവന്മാർ പറഞ്ഞത് അവർ പറഞ്ഞിങ്ങനെയാണ്, ലോണ് പെൻഡിങ് ആണ്, അടച്ചു. 2 ലോൺ അടച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇനി ഒരു ലോൺ കൂടെ ഉണ്ട്, അതുകൂടെ അടയ്ക്കണം. അപ്പം ഇനി അടച്ചാലും ഇവരെന്ത് ചെയ്യും? ഭീഷണി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സൈബർ സെല്ലുമായിട്ട് നമ്മൾ സംസാരിച്ച് അവർ പറഞ്ഞത് വേഗമാർഗ്ഗം ഇതാണ്, സിം ഊരി മാറ്റുക, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. കാരണം ഓൾറെഡി നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തു. ഞാൻ ഈ സംഭവം ഉണ്ടായത് തന്നെ ആദ്യമായിട്ട് ഞങ്ങളുടെ മരങ്ങാട്ടിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദിച്ചു. അവിടുത്തെ PRO പറഞ്ഞനുസരിച്ചിട്ട് സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്തു. സൈബർ സെല്ലുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് സിം ഊരി മാറ്റി വെക്കുക എന്നുള്ളതാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ ഈ സിം ഊരി മാറ്റി വെച്ചതിന് ശേഷം കുറേ കാലം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുമായിട്ടുള്ള കോൺടാക്ട്സ് പോകും എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്. എന്നാൽ ചില മനക്കരുത്തില്ലാത്ത ആൾക്കാർ ഇത്തരത്തിലുള്ള ഫ്രോഡ് ആപ്പുകളിൽ പെട്ടതിന് ശേഷമാണ് ഈ ആത്മഹത്യ നടക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം ഇതാണ്, നിങ്ങളൊരു ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബാങ്കുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഓൺലൈൻ ആപ്പുകൾ മുഖേന നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, ലോൺ എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ കുഴിയിൽ ചെന്ന് ചാടും. ഇതുപോലുള്ള അവസരങ്ങൾ, ഇതുപോലുള്ള അബദ്ധങ്ങൾ ഒരിക്കലും ചെന്ന് ചാടരുത് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്.